141 1 4 1 1 4 1. നമസ്കാരം. ഇത് ന്യൂ ജനറേഷൻ കാലം. ഈ കാലത്തെ ടിന്റുവിന്റെ ചില കാഴ്ചകളിലേക്ക് നമുക്ക് കടന്നെല്ലാം. അവന്റെ വീട്ടിലെ അമ്മ ഇതാ തേങ്ങ ചരവുന്നു. ധൃതിയിൽ പിടിച്ചു വാങ്ങി ന്യൂ ജനറേഷൻ ചേട്ടൻ ചിരവി. വീട്ടിലേക്ക് ഒരാൾ കയറി വന്നപ്പോൾ അവിടുത്തെ ഡോബർമാൻ കുറച്ചു. ഈ ഡോബർമാൻ തന്നെ രഞ്ജിനി ഹരിദാസിനെ കണ്ടാലോ? ടിവിയിൽ ഒരു കുറ്റാന്വേഷണ പരിപാടി കണ്ടപ്പോൾ ഒരുപക്ഷെ അത് TN ഗോപകുമാർ ചെയ്തിരുന്നെങ്കിലോ എന്ന് അവൻ ഓർത്തു. നട്ടപ്പാതിര 12 മണി. രാമൻ ഒരു ഇടവഴിയിലൂടെ നടന്നു പോവുകയായിരുന്നു. പെട്ടെന്നാണ് അവന്റെ മുന്നിൽ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടത്. പിറ്റേ ദിവസം ആ നാടിനെ നൽകിയ വാർത്ത ഇതായിരുന്നു: മരിച്ചു മരവിച്ചു കിടക്കുന്ന രാമൻ കണ്ടു പേടിച്ച വാഴക്കുലയും. ഈ പരിപാടിയിലേക്ക് വല്ല ചെക്കോ ഡ്രാഫ്റ്റോ ഉണ്ടെങ്കിൽ എന്റെ പേരിൽ അയക്കുക, കാരണം എനിക്ക് വേറെ പണിയൊന്നുമില്ല. കലോത്സവം കാണാനായി അവൻ ബാഗ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ബാഗിന്റെ സിബ് അല്പം ടൈറ്റ് ആയിരുന്നു. കുറച്ച് മെഴുകി തേച്ചപ്പോൾ അതങ്ങോട്ട് ലൂസായി. അങ്ങനെ ബാഗും എടുത്ത് ബുള്ളറ്റിലായി അവന്റെ യാത്ര. ബുള്ളറ്റിലൂടെ പോകുമ്പോൾ റോഡിലൂടെ ഒരു ഡ്യൂക്ക് അവനെ കടന്നുപോയി. സ്പീഡ് കണ്ട് അന്തം വിട്ടു നിൽക്കുമ്പോൾ വഴിയരികിലെ സർക്കസ് കൂടാരത്തിൽ 2 ബൈക്കുകളുടെ മരണക്കിണർ അഭ്യാസം. റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ ടിവിയിൽ കണ്ടത് പുകവലിക്കെതിരെയുള്ള പരസ്യം. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്കരുത്, വലിക്കാൻ അനുവദിക്കരുത്. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. അങ്ങനെ ട്രെയിനിൽ കയറിയിരുന്നപ്പോൾ തൊട്ടടുത്ത പാലത്തിലൂടെ മറ്റൊരു ട്രെയിൻ അവനെ ചീറിപ്പാഞ്ഞ് കടന്നുപോയി. അങ്ങനെ കലോത്സവ നഗരിയിലെത്തി അവൻ ആദ്യം കണ്ടത് ഒരു തനിയാവർത്തനമായിരുന്നു. മറ്റൊരു വേദിയിൽ മിമിക്രി കലാകാരന്മാരുടെ പ്രകടനം. ശശി കലിംഗ: നിന്നോട് ഞാൻ പച്ചക്കളറിൽ ചുവന്ന മുത്ത് പിടിപ്പിച്ചപ്പോ RP എടുത്തിട്ട് വരാനല്ലേ പറഞ്ഞത്. അജു വർഗീസ്: എന്റെ പൊന്നു മാമ, ചെയ്യുന്നകിടത്തിന് തന്നെയാ പറ്റി. ഇതെന്നെ ചിലയിടത്ത് ചാരും, ചിലയിടത്ത് പുക. ആരും എന്നതും പ്രതികരിക്കാതെ. മാമച്ചിയാ പുക വലിക്കരുത്, നിങ്ങൾ മരണം മാസയിപ്പോ, നിങ്ങൾ വേറെ ലെവലിലെത്തും. വെള്ളാപ്പള്ളി: പുക വലിച്ചു കഴിഞ്ഞ നമ്മുടെ മഞ്ഞ കളറുള്ള ശ്വാസകോശം കത്തിക്കരിഞ്ഞ് കറുപ്പ് കളറായി പോകുന്നുണ്ട് അപ്പ. അത് കയ്യിലെടുത്തു കഴിഞ്ഞ ഇത്രത്തോളം ഉണ്ടാവും എന്റെ അപ്പ. പുലിമുരുകനെ എത്തി കുതിരവട്ടം പപ്പു: എന്താ മോനിത്? എല്ലാരും പുലിയുണ്ട്, മാത്രം പുലിന് മുരുകനാടോ പുലിമുരുകൻ. കമലഹാസൻ: அனைவருக்கும் என் மனமார்ந்த வணக்கங்கள். எல்லா செல்வங்களும் பெற்ற பல்லாண்டு காலம் வாழ்க என்று சொல்றீங்க പറയുന്ന നന്ദി, വണക്കം. പെട്ടെന്നാണ് അതിർത്തിയിൽ വീണ്ടും വെടിവെപ്പുണ്ടായെന്ന വാർത്ത കേട്ടത്. ഇതിനെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി: मेरे प्यार देशवासियों, आधुनिक मान है, महात्मा गांधी ने कहा था हम उस भावी विश्व के लिए भी चिंता करें जिसे हम नहीं देख पाएंगे. രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ഓരോ ജവാന്മാർക്കും ഒരുപിടി കണ്ണീർ പൂക്കൾ അർപ്പിച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം.